തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ദുരിത ജീവിതം. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് രോഗികൾ കഴിയുന്നത്. 6ാം വാർഡിൽ നിന്നുള്ള ദുരിത കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൂട്ടകൾ നിറഞ്ഞ കിടക്കകളിലാണ് രോഗികൾ കഴിയുന്നത്. മെഡിക്കൽ കോളേജിൽ ഉള്ള ദൃശ്യങ്ങളാണിത്. ഒരു പേഷ്യൻ്റ് കാല് സുഖമില്ലാതെ കിടക്കുന്ന ഒരു പേഷ്യൻ്റിൻ്റെ ബെഡിൻ്റെ അടിയിലുള്ള അവസ്ഥയാണ്. നമ്പർ 1 കേരളം. നല്ല ഹെഡിങ് ആണ്. അതായത് ആരും ഇല്ലാതെ കിടക്കുന്ന ഒരു രോഗിയുടെ ബെഡിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ നമ്പർ 1 കേരളം. ഇതാ കണ്ടോളൂ. ഇതാ കണ്ടല്ലോ ഒരു രോഗിയുടെ കട്ടിലിൻ്റെ അടിയിൽ ഉള്ള ബെഡിൻ്റെ അടിയിലുള്ള ദൃശ്യങ്ങളാണിത്. ഇതാ കണ്ടോ? ഇതാണ് നമ്പർ 1 കേരളം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാ കണ്ടല്ലോ ബെഡിൻ്റെ ആ സൈഡിൽ, അതായത് ഒരു ആ രോഗി കിടക്കുന്നത് കണ്ടല്ലോ. ആ രോഗി കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ, തൊട്ട് താഴത്തെ അവസ്ഥയുണ്ട്. കണ്ടോ? തൊട്ട് താഴത്തെ അവസ്ഥയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ആഹാര സാധനത്തിൽ വരെ വേണ്ട ആഹാര സാധനം വച്ചിരിക്കുന്നത് വരെ. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ ഒരു കാഴ്ച. എന്താണ് ഇങ്ങനെ? അധികൃതർ അറിഞ്ഞിട്ടുണ്ടോ? എന്ത് നടപടിയെടുത്തു? അധികൃതർ ഇത് വിഷയം അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രകാരം സർജറി, ഇത് 6ാം വാർഡാണ്. ഈ 6ാം വാർഡ് പോസ്റ്റ് സർജറി വാർഡാണ്. അതായത് സർജറിക്ക് ശേഷം അഡ്മിറ്റ് ചെയ്യുന്ന, ഒബ്സർവേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ്. ഈ വാർഡിൽ ഈ അൺഐഡന്റിഫൈഡ് രോഗികളുടെ കൂട്ടത്തിലായിരുന്നു ഈ രോഗി കിടന്നിരുന്നത്. ആ രോഗി കിടന്ന കിടക്കയുടെ അടിഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ കാണുന്നത്. വലിയ രീതിയിൽ, അതായത് 1-2 മൂട്ടകളെല്ലാം അല്ലെങ്കിൽ ക്ഷുദ്രജീവികളെല്ലാം ഉണ്ടാകുന്നത് ഒരുപക്ഷെ പിന്നെയും സഹിക്കാം. പക്ഷെ ഇത് ആ ബെഡിനടിയിൽ പൂർണ്ണമായി ഈ മൂട്ടകളെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ്. ഈ രോഗികൾ, ഈ വാർഡിൽ കിടന്ന ആളുകൾ പറയുന്നത് പലപ്പോഴും ഈ സർജറി കഴിഞ്ഞിട്ട് സെഡേഷൻ എല്ലാം നൽകി പലരും മയക്കത്തിലായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ കൈകളും കാലുകളും ഈ രീതിയിലുള്ള പല ജീവികളും, അതായത് പാറ്റ മുതൽ പല ജീവികളും കടിച്ച് അതിന്റെ തടുപ്പുമായിട്ടാണ് പലരും ഇവിടെ നിന്ന് പോകാറ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ പോസ്റ്റ് സർജറിക്ക് ശേഷം ഈ കൈകാലുകളിൽ പല ജീവികളും കടിച്ചതിനെ തുടർന്ന് ചികിത്സ തേടേണ്ടി വരുന്നവരും ഇതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ ചിത്രീകരിക്കുകയും ഇത് പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെ സൂപ്രണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട ശേഷം അടിയന്തരമായി ബെഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി ബെഡുകൾ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. അതേസമയം ഇതിന് അനൗദ്യോഗികമായി നൽകുന്ന ചില വിശദീകരണങ്ങളുണ്ട്. അതായത് കൃത്യമായ ഇടവേളകളിൽ അണുനശീകരണങ്ങൾ നടത്തി മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷെ അണുനശീകരണം നടത്തുമ്പോൾ ആ വാർഡുകളിലെ രോഗികളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് മറ്റൊരു വാർഡിലേക്ക് മാറ്റും. എന്നിട്ട് ആണ് അണുനശീകരണം നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ രോഗികളെ പൂർണ്ണമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റാനുള്ള അസൗകര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് 5 വാർഡുകൾ നിലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. റെനോവേഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രോഗികളെ പൂർണ്ണമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുക അസാധ്യമായതിനാലാണ് ഈ പക്ഷെ അങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ ഉമേഷ്? കാരണം ഇതിപ്പോ നടപടിയെടുത്തു എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഉണ്ടാവുന്ന ആശങ്ക ആഴ്ചകളോളം ഈ ഒരു മോശം അവസ്ഥയിൽ ആളുകൾ അവിടെ രോഗികളായ ആളുകൾ അവിടെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക സ്ക്വാഡ് ഉണ്ടാവാറില്ലേ സാധാരണ? പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ ഈ വൃത്തി സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഉണ്ടാകില്ലേ? എന്തുകൊണ്ട് അവർ കൃത്യമായി പ്രവർത്തിച്ചില്ല? അത്രയധികം ആളുകളുണ്ടോ? മാറ്റി നിർത്തി ഇത് ക്ലീൻ ചെയ്യാൻ, ഇല്ലെങ്കിൽ വൃത്തിയാക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര ആളുകൾ ഈ വാർഡിലുണ്ടോ?
ധന്യ, ഈ വാർഡിൽ സാധാരണ മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ ഉള്ളതിനേക്കാൾ കുറവ് ആളുകളാണ് 6-ാം വാർഡിൽ ഉണ്ടായിരുന്നത്. 6-ാം വാർഡിൽ ഇത്തരത്തിൽ തറയിലൊന്നും കിടക്കേണ്ട സാഹചര്യമില്ല, ബെഡുകൾ ആവശ്യത്തിനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന ന്യായീകരണമാണ്, അത് അവർ പറയുന്ന വിശദീകരണമാണ്. ആ വിശദീകരണ പ്രകാരമാണ് ഈ രീതിയിൽ മാറ്റാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അടിയന്തരമായി ഇടപെടുകയും ബെഡുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിന് മുൻപുള്ള ദിവസങ്ങളിലും ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലും സമാനമായ അവസ്ഥയിലാണ് നിരവധി രോഗികൾ അവിടെ കഴിഞ്ഞത്. കൃത്യമായി ഒരു കമ്മിറ്റിയെ ഈ രീതിയിൽ ശുചീകരണത്തിനും എല്ലാം ഓരോ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും എല്ലാം ഇതിനുവേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കാറുണ്ട്. ആ കമ്മിറ്റികളുടെ ഭാഗത്ത് കൃത്യമായി പരിശോധിച്ച് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തുടർന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിലിപ്പം ഈ ശുചീകരണവും മറ്റൊന്ന് നിരീക്ഷണം ഒട്ടും ശക്തമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആത്മഹത്യകൾ, ഒന്ന് രോഗി ആത്മഹത്യ ചെയ്യുന്നു, കൂട്ടിരിപ്പുകാരൻ ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. അതിന്റെ കൂടെയാണ് ഇത്രയും മോശമായ സാഹചര്യത്തിൽ രോഗികൾ കഴിയേണ്ടി വരുന്ന അവസ്ഥയും. എന്താണ് ഇതിൽ, എത്തരത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് ഇടപെടുക? തീർച്ചയായും മെഡിക്കൽ കോളേജിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ച തന്നെയായിരുന്നു ഒരാഴ്ചക്കിടെ നടന്ന 2ാമത്തെ ആത്മഹത്യ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഒരു വയോധികൻ ഒരു വാർഡിൽ തന്നെ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം ഇന്നലെ മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനും ആത്മഹത്യ ചെയ്തു. ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോകുന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവ് തന്നെയായിരുന്നു ഈ പുറത്തു വന്ന ദൃശ്യങ്ങളും ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആത്മഹത്യകളും. ഇത് ആദ്യ സംഭവമല്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഒരാഴ്ചക്കിടെ ആണ് ഈ 2 ആത്മഹത്യകൾ ഇവിടെ നടന്നത്. കഴിഞ്ഞ ആഴ്ച ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. എന്തായാലും ആരോഗ്യവകുപ്പ് നിലവിൽ അന്വേഷണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ആത്മഹത്യയിലും ആഭ്യന്തര അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. മറ്റ് അന്വേഷണങ്ങളൊന്നും ഇതുവരെ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. നന്ദി ഉമേഷ്. സംസ്ഥാനത്ത് ബസ് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ജൂൺ 7 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഗതാഗത മന്ത്രിയിൽ നിന്ന് ഉറപ്പൊന്നും ലഭിച്ചില്ലെന്നും ബസ് ഓണേഴ്സ് സംയുക്ത സമരസമിതി വ്യക്തമാക്കി. സമരം ന്യായീകരിക്കാനാകില്ലെന്നും 1 വർഷം മുമ്പാണ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. സമരം പ്രഖ്യാപിച്ച വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഇന്ന് രാവിലെ മാത്രമാണ് ഒരു നിവേദനം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഈ സമരം ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. കാരണം 1 വർഷം മുമ്പ് മാത്രമാണ് സ്വകാര്യ ബസ്സുകളുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ച് ബസ് ചാർജ് വർധന, അവരാഗ്രഹിച്ചതുപോലെ ഒരു ബസ് ചാർജ് വർധന നടപ്പാക്കിയാണ് LDF. അപ്പോൾ വീണ്ടും ഒരു പ്രകോപനവും ഇല്ലാതെ, ഒരു കാര്യവുമില്ലാതെ, അതിനുശേഷം ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല, ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലൂടെ വീണ്ടും അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് ശരിയാണോ എന്നുള്ള അവർ തന്നെ ചിന്തിക്കണം. KSRTC കൺസെഷൻ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ളതുപോലെ സമ്പൂർണ്ണമായ സൗജന്യ യാത്ര കൊടുക്കാൻ പാടില്ല എന്ന് എങ്ങനെയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് പറയാൻ കഴിയുക? വിദ്യാർത്ഥി കൺസെഷനെ സംബന്ധിച്ച് ഒരു കമ്മീഷനെ നിലവിൽ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷനുമായി നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. അതും കൂടി ഇന്നലെ അറിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ സമരം പ്രഖ്യാപിച്ചത്. ആ കമ്മീഷൻ കഴിയുന്നതും വേഗം വിദ്യാർത്ഥി കൺസെഷൻ സമയത്തോളം റിപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഗതാഗത മന്ത്രിയിൽ നിന്ന് ഉറപ്പൊന്നും ലഭിച്ചില്ലെന്നും ബസ് ഓണേഴ്സിന്റെ സംയുക്ത സമരസമിതി വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സർക്കാരിനോട് പറയുന്ന കാര്യം, ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം അനുവദിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം തരുന്നില്ല. ഇവിടെ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കുന്നു എന്ന പേരിൽ KSRTC എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. കൊടുക്കുന്നുണ്ടെന്നുള്ള പേരിൽ കഴിഞ്ഞ 10 വർഷത്തെ വാഹന നികുതി KSRTC സർക്കാർ ഒഴിവാക്കി കൊടുത്തിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തരില്ല. ഞങ്ങളടിക്കേണ്ട ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഈ ജൂൺ 7 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിൻ്റെ നിവേദനം കൊടുക്കാനുണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പരിഗണിക്കാൻ ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും അദ്ദേഹത്തിന് വന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ബസ്സുകൾക്ക് ഈ വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടും ഈ നിലവിലോടുന്ന ബസ്സുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ തീരുമാനവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ബസ്സുകളൊക്കെ നിർത്തിവെക്കും. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. അനിശ്ചിതകാല സമരത്തിലേക്ക് അത് പിൻവലിക്കില്ലെന്ന് ബസ് ഉടമകളും പറയുന്നു. ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ?
ധന്യ, എന്തായാലും വരും ദിവസങ്ങളിലും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ഗതാഗത മന്ത്രി ആന്റണി രാജു സൂചിപ്പിച്ച പോലെ ഇവർ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും അംഗീകരിച്ചതാണ്, വരും ദിവസങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടവയാണ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചർച്ചയിലേക്ക് തന്നെ ഈ വിഷയം പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 12 ബസ് ഉടമകളുടെ സംഘടനകളുടെ കമ്മിറ്റിയായ ബസ് ഓണേഴ്സ് സംയുക്ത സമരസമിതിയാണ് ഈ ഒരു സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് മിനിമം 5 രൂപയെങ്കിലും ആക്കി ഉയർത്തണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കണമെന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഈ യാത്രാ നിരക്ക്, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും അതിൽ കൃത്യമായ മറുപടി ഗതാഗത മന്ത്രി നൽകിയില്ല എന്നും ബസ് ഉടമകൾ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിനോടൊപ്പം തന്നെ ഈ മറ്റാവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യാത്രാ ആനുകൂല്യത്തിന് വിദ്യാർത്ഥികളുടെ പ്രായപരിധി നിശ്ചയിക്കണമെന്നും ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വകാര്യ ബസ് സമരത്തെ ആന്റണി രാജു തള്ളുമ്പോഴും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നും ബസ് ഉടമകൾ അറിയിച്ചിട്ടുമുണ്ട്. നന്ദി നന്ദൻ. ക്യാമറ നിരീക്ഷണത്തിൽ കുട്ടികൾക്ക് തൽക്കാലം പിഴ ഈടാക്കില്ല. കേന്ദ്ര സർക്കാർ തീരുമാനം വരും വരെ ഇരുചക്ര വാഹനത്തിൽ 12 വയസ്സിൽ താഴെയുള്ളവർക്ക് പിഴ ഈടാക്കില്ല. പൊതുവികാരം കണക്കിലെടുത്താണ് തീരുമാനമെന്നും ജൂൺ 5 മുതൽ പിഴ ഈടാക്കുമെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. 2 യാത്രക്കാരോടൊപ്പം സ്കൂട്ടറിൽ 12 വയസ്സിന് താഴെയുള്ള ഒരാൾക്ക് കൂടി യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന രീതിയിൽ മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയക്കാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്ത് അയച്ചിട്ട് കഴിഞ്ഞു. ഇല്ല, മറുപടി വന്നിട്ടില്ല. അല്ല, 5-ാം തീയതിക്ക് അതിനൊരു മറുപടി വരാതെ ആ കാര്യത്തിൽ പിഴയടക്കേണ്ട കാര്യമില്ല. കാരണം നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു ആഗ്രഹം, പൊതുവികാരവും മാധ്യമങ്ങളുടെ ഒരു അഭിപ്രായവും എല്ലാം 12 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളെ 12 വയസ്സിന് താഴെയുള്ളവരെ കൂടി 2 പേരോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കാനുള്ള പൊതുവികാരമാണുള്ളത്. ആ വികാരം വേണമെന്നുള്ള ആവശ്യമാണ് സംസ്ഥാനത്തിനുമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം വരുന്നതുവരെ അതിലൂടെ നടപ്പാക്കേണ്ട കാര്യമില്ലല്ലോ. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷാരൂഖ് സൈഫിയുടെ ആവശ്യം തള്ളി കോടതി. ഉദ്യോഗസ്ഥ സാന്നിധ്യമില്ലാതെ അഭിഭാഷകനുമായി സംസാരിക്കണമെന്നായിരുന്നു ഷാരൂഖ് സൈഫിയുടെ ആവശ്യം. എന്നാൽ അഭിഭാഷകന് നിയമാനുസൃതമായി ജയിലിലെത്തി പ്രതിയോട് സംസാരിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ശനിയാഴ്ച ഷാരൂഖിനെ ഓൺലൈനായി കൊച്ചി പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, വിവരങ്ങൾ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയായ ഷാരൂഖ് സൈഫിയുടെ ആവശ്യം NIA കോടതി നിരാകരിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ സാന്നിധ്യമില്ലാതെ അഭിഭാഷകനുമായി സംസാരിക്കണം എന്നായിരുന്നു ഷാരൂഖ് സൈഫി കോടതിയെ അറിയിച്ചിരുന്നത്. ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ അഭിഭാഷകനുമായി സംസാരിക്കണം എന്നായിരുന്നു മുഖ്യപ്രതിയായ ഷാരൂഖ് സൈഫി കോടതിയോട് പറഞ്ഞത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. നിയമാനുസൃതമായി അഭിഭാഷകന് വേണമെങ്കിൽ ജയിലിലെത്തി ഷാരൂഖ് സൈഫിയെ നേരിട്ട് കാണാവുന്നതാണ്. പ്രതിയോട് സംസാരിക്കുകയും ചെയ്യാം. ഷാരൂഖ് സൈഫിയുടെ ആവശ്യം NIAയും കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതി അഭിഭാഷകനുമായി ചൂണ്ടിക്കാണിച്ച കാര്യവും NIA കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും അടുത്ത ശനിയാഴ്ച ഷാരൂഖിനെ ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കുക. അഭിഭാഷകന് വേണമെങ്കിൽ നിയമാനുസൃതം ജയിലിലെത്തി പ്രതിയുമായി സംസാരിക്കാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നന്ദി സുബി. പൊന്നമ്പലമേട്ടിലെ അനധികൃത പൂജയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തവരെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അപേക്ഷ നൽകും. 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ 1-ാം പ്രതി നാരായണൻ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. സംഭവത്തിൽ പോലീസും വനംവകുപ്പും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. ശശി നാരായണൻ ചേരുന്നു. ശശി, ഈ 1-ാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഒളിവിലാണ്. എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്? പൊന്നമ്പലം വിപരീതമായി കിടന്ന പൂജ നടത്തിയ കേസിലെ 3 പേരാണ് അറസ്റ്റായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സമർപ്പിച്ചിട്ടുള്ളത്. പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹരികൃഷ്ണനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്.
വനം വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പോലീസും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും ഉടൻ തന്നെ. പക്ഷേ നിലവിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനും മൂഴിയാർ പോലീസ് ഇന്ന് അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ഏതായാലും കേസിൽ 6 പ്രതികളാണുള്ളത്. 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി കേസിലെ പ്രധാന പ്രതിയായ നാരായണസ്വാമി ഉൾപ്പെടെയുള്ള 3 പേരാണ് അറസ്റ്റിലുള്ളത്. പക്ഷേ വനം വകുപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ കേസിൽ 6 പേര് കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത. നാരായണസ്വാമിയെ കിട്ടിയതിനു ശേഷമായിരിക്കും, അറസ്റ്റിലായതിനു ശേഷമായിരിക്കും, കൂടുതൽ മൊഴികൾ എടുത്തതിനു ശേഷമായിരിക്കും കേസിൽ എത്ര പേരുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാവുള്ളൂ എന്നതാണ് നമുക്ക് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, നന്ദി ശശി. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. ഇന്നത് പരിഗണിക്കും. എപ്പോഴാണ് വിവരങ്ങൾ? പൊന്നമ്പലമേട്ടിൽ നിയമവിരുദ്ധമായി പൂജ നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ ആണ് കേസെടുത്തിരുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത് സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഇതൊരു സുരക്ഷാ വീഴ്ചയാണ്. വനംവകുപ്പും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിന് അനുമതി നൽകി എന്നാണ് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയത്. ഏതായാലും ഈ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ശരി, നന്ദി സുവി. കണ്ണൂർ ചെറുപുഴ പാടിച്ചാലിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. ചെറുപുഴ പാടിച്ചാൽ സ്വദേശികളായ ശ്രീജ, 3 മക്കൾ, ശ്രീജയുടെ 2ാം ഭർത്താവ് ഷാജി എന്നിവരാണ് മരിച്ചത്. മക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി പൂപ്പാറയിൽ ഇന്നലെ കാർ ഇടിച്ചത് ചക്കക്കൊമ്പനെ തന്നെയെന്ന് നാട്ടുകാർ. റോഡിലിറങ്ങിയ കാട്ടാനയെ ഇന്നലെ രാത്രിയാണ് കാർ ഇടിച്ചത്. ആനയ്ക്ക് പരിക്കുണ്ടോ എന്ന് വ്യക്തമല്ല. അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഇന്നലെ സംശയമുണ്ടായിരുന്നു ചക്കക്കൊമ്പനാണോ എന്ന്. പക്ഷെ ചക്കക്കൊമ്പൻ നാട്ടിലിറങ്ങി ആളുകൾ ഓടിക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായിരുന്നത്. ഇതിപ്പം ആനയ്ക്ക് പരിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? എന്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ഈ ആനയുടെ വാഹനം ഇടിക്കുന്നത്. കുത്തിധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ ചൂണ്ടലിന് സമീപത്താണ് അപകടം നടക്കുന്നത്. ഈ ചൂണ്ടൽ മേഖലയിലെ ജനവാസ മേഖലയിലേക്ക് എത്തിയ ആനയെ നാട്ടുകാർ ഓടിച്ചുവിടുകയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ ദേശീയപാതയിലേക്ക് എത്തിയ ആന എത്തുകയും വളവ് തെറ്റെത്തിയ വാഹനം ഈ ആനയെ ഇടിക്കുകയുമായിരുന്നു. ചക്കക്കൊമ്പൻ എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളിലായി ചക്കക്കൊമ്പൻ ചൂണ്ടൽ, തൊണ്ടിമല, പൂപ്പാറ മേഖലകളിലൊക്കെ സംഭടിച്ചിരുന്നു. പൂപ്പാറ ടൗണിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന എത്തിയിരുന്നു. ഇത് CCTV ദൃശ്യങ്ങളിലൊക്കെ ഈ ആന ടൗണിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചക്കക്കൊമ്പനാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആന വാഹനം ഇടിച്ച ഉടനെ അല്പനേരം ഇവിടെ നിൽക്കുകയും ഒപ്പം വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്നാണ് സമീപത്തെ ഏലത്തോട്ടത്തിലേക്ക് ഇറങ്ങി മാറിയത്. എന്തായാലും വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്കും 4 പേരുണ്ടായിരുന്നു. അവർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആനയ്ക്ക് സാരമായ പരിക്കുണ്ടോ എന്ന് സംബന്ധിച്ച് വ്യക്തമല്ല. വനംവകുപ്പ് സംബന്ധിച്ച് വ്യക്തത. ഇത് വനംവകുപ്പ് അന്വേഷിക്കുന്നുണ്ടോ? ഇത് ചക്കക്കൊമ്പനായാലും വേറെ ഏത് ആനയായാലും പരിക്ക് വലിയ അപകടമാണ് ഉണ്ടായത്. കാറ് വന്നിടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ആ കാര്യത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയോ? ഏത് ആനയാണ്, എന്താണ് പരിക്ക് എന്നൊക്കെയുള്ളതിൽ? തീർച്ചയായും ഇത്തരത്തിലുള്ള അന്വേഷണം വനംവകുപ്പ് ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് വാച്ചന്മാരുടെ സഹായത്തോടെ ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ആനയ്ക്ക് സാരമായ പരിക്കുകൾ ഇല്ല എന്ന് തന്നെയാണ് നിഗമനം. കാരണം ആന ആക്രമണം നടന്ന ഉടൻ തന്നെ അധിക നേരം അവിടെ നിൽക്കാതെ തന്നെ മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കാതെ തന്നെ മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആഘാതം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും ആന വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും ഗ്ലാസ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വാഹനത്തിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെ പുറയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ചക്കക്കൊമ്പൻ, അതായത് തോണ്ടിമല, പൂപ്പാറ, ചൂണ്ടൽ മേഖലകളിലൊക്കെ രാത്രികാലങ്ങളിൽ ചക്കക്കൊമ്പൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇത് ചക്കക്കൊമ്പൻ തന്നെയാണ് ഇന്നലെ എത്തിയെന്ന് ഉറപ്പിച്ച് പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ചക്കക്കൊമ്പനാണോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒറ്റയാന്മാരാണോ, അതായത് മൊട്ടവാലിനെ പോലെയുള്ള ആനയൊക്കെ ഈ മേഖലകളിലൊക്കെ സ്ഥിരമായി കാണുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ ചക്കക്കൊമ്പൻ തന്നെയാണോ എന്നത് സംബന്ധിച്ച് വനംവകുപ്പ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. എങ്കിലും നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നത് ഈ ചക്കക്കൊമ്പൻ തന്നെയാണെന്നാണ് തന്നെയാണ്. ശരി, നന്ദി പ്രിൻസ്.
വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. അമിത്ഷാ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. इसके साथ साथ एक और महत्वपूर्ण घटना होने जा रही है, जिसकी आपको सूचना देने के लिए आज मैं यहां उपस्थित हुआ हूं. इस अवसर पर एक ऐतिहासिक घटना पुनरावर्तित हो रही है. एक ऐतिहासिक परंपरा पुनर्जीवित भी हो रही है. अभी स्क्रीन पर आप एक सुंदर वस्तु को देख रहे हैं. राजसी लगती है वस्तु, इसके पीछे युगों से जुड़ी हुई एक परंपरा छिपी है. इसको तमिल में सेंगोल कहा जाता है और इस शब्द का अर्थ संपदा से संपन्न और ऐतिहासिक है. आज मैं आप सभी को इसको साझा करने के लिए यहां पर उपस्थित हुआ हूं. यह एक हमारी बहुत पुरानी सभ्यता से जुड़ी हुई प्रथा है, जिसकी गहरी जड़ें देश की परंपराओं में समाहित है. आजादी के अमृत महोत्सव में प्रधानमंत्री जी ने जो कुछ लक्ष्य तय किए थे, उसमें एक लक्ष्य हमारी ऐतिहासिक परंपराओं का सम्मान और उसका पुनर्जागरण भी था. ये सेंगोल उसी लक्ष्य की परिपूर्ति के लिए आज मैं आपके सामने इसकी इंफॉर्मेशन को लेकर आया हूं. ये घटना जुड़ी है आजादी की क्षण के साथ. 14 अगस्त 1947 की रात को एक बहुत महत्वपूर्ण ऐतिहासिक और अनोखी घटना ने आकार लिया था, जिसकी 75 साल के बाद आज देश के अधिकांश नागरिकों को जानकारी नहीं है. यह सेंगोल जो अभी आपने स्क्रीन पर देखा था, उसने हमारे इतिहास में एक अहम भूमिका निभाई है. और ये सेंगोल अंग्रेजों से भारतीयों के साथ सत्ता के हस्तांतरण का एक प्रतीक बना था. इस घटना के ऐतिहासिक महत्व को जानने के बाद आप सभी को आश्चर्य होगा कि इतने सालों तक ये हमारे सामने क्यों नहीं आई. जब इसकी जानकारी प्रधानमंत्री जी को मिली, इस पर गहराई से विचार करने के बाद प्रधानमंत्री जी ने इसकी गहन जांच के आदेश दिए और फिर निर्णय लिया कि गौरवमयी प्रसंग को ध्रुव तारे के समान, परंपराओं के ध्रुव तारे के समान देश के सामने रखना चाहिए. इसीलिए हमारे नए संसद भवन के लोकार्पण के दिन को चुना गया. अब मैं थोड़ा इस घटना के बाद में आपको बताऊंगा. 14 अगस्त 1947 की रात को लगभग 10:45 पर पंडित जवाहरलाल जी के ने विशेष रूप से तमिलनाडु से आए हुए अधिनम से सेंगोल को स्वीकार किया था. उन्होंने इसे अंग्रेजों से भारत को सत्ता प्राप्त करने के प्रतीक के रूप में पूर्ण विधि विधान के साथ स्वीकार किया था. पंडित नेहरू ने 14 अगस्त की रात को अपने निवास पर कई नेताओं की उपस्थिति में सेंगोल स्वीकार कर सत्ता के हस्तांतरण की प्रक्रिया को एक प्रकार से पूरा किया था, जिनमें श्री राजेंद्र प्रसाद भी थे, जो बाद में हमारे राष्ट्रपति बने. ये घटना क्यों और कैसे हुई, हम सब जानते हैं कि सन 47 में भारत को आजादी देने का जब निर्णय हुआ, तब लॉर्ड माउंटबेटन को इस प्रक्रिया को निर्विघ्न समाप्त करने के लिए
भारत के वाइसरॉय बनाकर भेजा गया। जब ये प्रक्रिया करने का समय आया तब लॉर्ड माउंटबेटन, क्योंकि इंग्लैंड से आते थे, इनको हमारी सांस्कृतिक और पारंपरिक व्यवस्थाओं की जानकारी नहीं थी। उन्होंने पंडित जवाहरलाल नेहरू जी को ये प्रश्न किया कि ब्रिटिश से भारतीयों के हाथ में सत्ता का हस्तांतरण के प्रतीक के रूप में कौन सा विशिष्ट परंपरागत समारोह का आयोजन किया जाना चाहिए। पंडित जी भी कंफ्यूज थे। उन्होंने थोड़ा समय मांगा और कहा कि मैं साथियों से चर्चा कर आपको इसके बारे में जानकारी दूंगा। पंडित जवाहरलाल नेहरू जी ने चर्चा करने के लिए अपनी पसंदगी बहुत अनुभवी स्वतंत्रता सेनानी, दार्शनिक, भारतीय परंपराओं के जानकार, इतिहास के मर्मज्ञ ऐसे विद्वान सी राजगोपालाचारी पर नियुक्त की, जिनको हम राजा जी के नाम से जानते हैं। उन्होंने ये बात को राजा जी के सामने रखा। राजा जी ने अनेक पुराने ग्रंथों का अभ्यास कर, अनेक प्रक्रियाओं को स्टडी कर साम्राज्यों के समय में सत्ता के हस्तांतरण की प्रक्रिया का एक सटीक इतिहास रेखांकित कर इस सेंगोल की प्रक्रिया को चिन्हित किया और पंडित नेहरू को बताया कि हमारे यहाँ हमारी परंपरा में इस सेंगोल के माध्यम से सत्ता के हस्तांतरण की प्रक्रिया को अधिकृत किया गया है। और इस प्रकार ये प्रक्रिया तय हुई और पंडित नेहरू ने पवित्र सेंगोल को तमिलनाडु के अधिनियम से स्वीकार कर अंग्रेजों से भारतीयों के हाथ में सत्ता के हस्तांतरण को आकार दिया। वही क्षण था जब पंडित नेहरू ने सेंगोल को स्वीकार किया, जब हम जिसको स्वतंत्रता कहते हैं इसका सटीक क्षण था। इस अनुष्ठान का उद्देश्य इस तथ्य का स्वीकारीकरण है कि भारत में विदेशी शासन भारत के लोगों के पास एक ऐसी आध्यात्मिक प्रक्रिया से आई जो प्राचीन और भारत की सुदृढ़ परंपरा है। पंडित नेहरू ने इस अनुष्ठान के संपादन के लिए दक्षिण के मठाधिपति को स्वीकार कर आगे चले, जिससे पता चलता है कि उनका उद्देश्य भारत की भावात्मक एकता और आध्यात्मिक एकीकरण का था। सेंगोल के अर्थ और इतिहास में थोड़े डिटेल में जाते हैं तो सेंगोल का अर्थ बड़ा गहरा है। सेंगोल शब्द तमिल भाषा के सेम्मई शब्द से बना गया है। इसकी व्युत्पत्ति सेम्मई से आती है, जिसका अर्थ और भाव नीति परायणता से है। यह एक तमिलनाडु के प्रमुख धार्मिक मठ के महंतों द्वारा ये सेंगोल जो आप अभी देख रहे हैं स्क्रीन पर, ये अभिमंत्रित है। गंगा जल से उसको सेम्मई से आती है, जिसका अर्थ और भाव नीति परायणता से है। यह एक तमिलनाडु के प्रमुख धार्मिक मठ के महंतों द्वारा ये सेंगोल जो आप अभी देख रहे हैं स्क्रीन पर, ये अभिमंत्रित है। गंगा जल से उसको पवित्र किया गया है। इस पर पवित्र नंदी अपना अटल दृष्टि और स्थिरता के साथ विराजमान है। और ये जो सेंगोल है वो चोला साम्राज्य के समय से, मतलब 8वीं शताब्दी से चली आ रही हमारी अपनी भारतीय सभ्यतागत प्रथा का एक अनुसरण करने के लिए ये प्रथा को बना दिया गया था। आप सभी जानते हैं चोला साम्राज्य सदियों से हमारे उपमहाद्वीप में एक महत्वपूर्ण साम्राज्य रहा, जिसने 21 राजाओं ने बड़े लंबे अरसे तक 800 साल से ज्यादा समय तक इस देश के एक महत्वपूर्ण हिस्से पर शासन किया। सबसे महत्वपूर्ण बात यह है कि सेंगोल जिसको प्राप्त होता है, इसके पास से न्यायपूर्ण और निष्पक्ष शासन की अपेक्षा रखी जाती है और एक प्रकार से
न्यायपूर्ण और निष्पक्ष शासन करने का आदेश उसको मिलता है जिसे तमिल में आणई कहते हैं। और इस सेंगोल को प्राप्त करने की घटना को आजादी के समय विश्व भर के मीडिया ने इसका जिक्र भी किया है, इस पर वृत्तांत भी प्रकट किए हैं। टाइम मैगजीन ने बहुत ज्यादा ग्राफिक्स के साथ इसको रिपोर्ट किया। भारत के भी सभी अखबारों ने इसको यथोचित सम्मान दिया था। आप सेंगोल की वेबसाइट पर मीडिया रिपोर्ट की एक फिल्म भी बाद में देख सकते हैं। 1947 अगस्त के बाद सेंगोल सबकी आंखों से ओझल हो गया, इसको भुला दिया गया, मगर एक विद्वान और पूजनीय सम्माननीय व्यक्ति ने इसको आजादी के 31 साल के बाद 15 अगस्त 78 को परमाचार्य श्री चंद्रशेखर सरस्वती स्वामीगल ने अपने अनुयायी डॉक्टर B.R. सुब्रमण्यम को सेंगोल वृत्तांत का वर्णन किया, जिसको डॉक्टर सुब्रमण्यम ने अपनी किताबों में उचित स्थान देकर उल्लेखित किया है। तमिल मीडिया ने भी परमाचार्य की चर्चा को प्रमुखता से जगह दी और उसे जीवित रखा है। हम सब परमाचार्य के इसके लिए कृतज्ञ हैं। दिलचस्पी की बातें हैं कि तमिलनाडु सरकार ने भी इस भूमिका को गर्व के साथ प्रकाशित किया है। यह 2021-22 का HRC पॉलिसी नोट जो अभी आप स्क्रीन पर देख रहे हैं उसमें दर्ज है। इस पर पैरा 24 में इसकी प्रक्रिया को ढंग के साथ वर्णित किया गया है। हमारी सरकार का मानना है कि इस पवित्र सेंगोल को किसी संग्रहालय में रखना अनुचित है। सेंगोल की स्थापना के लिए संसद के भवन से अधिक उपयुक्त और पवित्र और उचित स्थान कोई हो ही नहीं सकता। इसलिए जब संसद भवन का देश को समर्पण होगा उसी दिन आदरणीय प्रधानमंत्री नरेंद्र मोदी जी बड़ी विनम्रता के साथ तमिलनाडु से आए हुए अधिनियम से सेंगोल को स्वीकार करेंगे और अत्यंत आदरपूर्वक माननीय लोकसभा के अध्यक्ष के आसन के समीप सम्मान के साथ इसको स्थापित करेंगे। मैं मानता हूं कि भारतीय परंपराओं से जुड़ने का एक विरल और महान क्षण होगा। नए भारत को हमारी परंपराओं के साथ, हमारे इतिहास के साथ और हमारे अध्यात्म के साथ उसी क्षण से एक नया अनुसंधान होगा। सेंगोल की स्थापना 1947 की भावनाओं को फिर से एक बार अविस्मरणीय बनाएगी। यह सेंगोल जो है असीम आशाएं, अनंत संभावनाएं और एक मजबूत, स्वतंत्र और समृद्ध राष्ट्र के निर्माण का संकल्प है। यह अमृतकाल का प्रतिबिंब होगा जो भारत को अपने विश्व में यथोचित स्थान ग्रहण के लिए गौरवशाली क्षण का साक्षी बनेगा। यह ऐतिहासिक योजना अधिनियम के अध्यक्षों से विचार विमर्श कर बनाई गई है। यह सभी 20 अधिनियम के अध्यक्ष इस शुभ अवसर पर उपस्थित रहेंगे, जो प्रधानमंत्री जी को सेंगोल अर्पण करेंगे और इस पवित्र अनुष्ठान की पुनःस्मृति में अपना आशीर्वाद भी प्रदान करेंगे। इसके लिए मैं उनके प्रति आभार व्यक्त करता हूं। और एक बहुत हर्ष की बात है कि 14 अगस्त 1947 की प्रक्रिया में जो स्वयं उपस्थित थे वो 96 साल के वुमिंडी बंगारू चिट्टी भी इस कार्यक्रम में सम्मिलित होने वाले हैं। उनका आशीर्वाद भी इस कार्यक्रम को मिलेगा। यह घटना का दूरदर्शन और दी हुई लिंक से सभी मीडिया के माध्यमों से जीवंत प्रसारण देश भर के दर्शकों के लिए, नागरिकों के लिए भी होगा। और अब हम एक डिटेल फिल्म ये पूरी प्रक्रिया पर सांस्कृतिक विभाग ने बनाई है, इसको देखेंगे।
August 1947. Madras Presidency, Tamil Nadu. A group of people were preparing for the trip of their lifetime. They had been called to carry out an important mission, to sanctify and legitimize the transfer of power from one ruler to another. Where were these people going? Delhi. India was getting ready for its freedom, to be rid of the British rulers. After decades of people fighting for self-rule, thousands arrested, killed in action, chasing one goal, Azadi, freedom. The last Viceroy, Lord Mountbatten, had a task to complete, to hand over power to the Indians. He had a simple query. How should this moment of handover be conducted? A handshake would hardly do. What is the symbolism that should be adopted for the moment? He posed this question to Pandit Jawaharlal Nehru. A good question, something that needed thought. A puzzled Nehru turned to the veteran freedom fighter, Shri C. Rajagopalachari. Rajaji, as he was popularly known, was from Tamil Nadu. Nehru respected Rajaji's erudition and knowledge of Indic customs and civilization. Well-read as he was, he found the answer in India's past. In the Chola kingdom of Tamil Nadu, one of India's oldest and longest continuous reigns, the transfer of power from one Chola king to another was marked by the passing of the Sengol, the staff of righteousness. Blessed by the high priest of the time, invoking the blessings of Lord Shiva, the Cholas being his ardent devotees. Worship continues in their 1,000-year-old temples to this day. Rajaji recommended that a similar ceremony and symbolism be followed. Nehru accepted this. Rajaji wasted no time in contacting the leading dharmic mutt or monastery, the Thiruvadurai Adinam, established over 5 centuries prior, located in the heart of Chola land, functioning to this day. The then seer 20th Guru Maha Sannidhanam, Srila Sri Ambalavana Desika Swami, who was ailing at the time, accepted the task. He commissioned the making of the Sengol with famous jewelers, Ummidi Bangaru, in Madras. On top of the Sengol was Nandi, symbolizing strength, truth and righteousness. Recalling the making of the Sengol, 96-year-old Shri Bhumidi Ettirajalu. ஆதினவர்கள் எடுத்துட்டு செய்ய வேண்டும் என்று யாரோ சொன்னார்கள் என்று வந்தார்கள். டிராயிங்ஸ் எல்லாம் காட்டி, இட் வாஸ் ரவுண்ட் திங் வித் எல்லாம் போல் இது மாதிரி செய்ய வேண்டியிருக்கு. இது நல்ல பெரிய இடத்துக்கு போகுது, ஜாகிரதையாக செய்யணும், நல்லா செய்யணும். தென் கிவ் தி ஆர்டர். இட் வாஸ் மேட் ஆஃப் சில்வர் with gold coating. I was very happy to be associated with the making it. Indian people supervised it. ஏன்னா நமக்கே சுதந்திரம் வந்துடுத்து, அந்த சந்தோஷத்தில் இருந்தோம். அதுக்காக செய்ய வேண்டிய ஒரு செங்கோலை ஆதீனம் அவர்கள் நமக்கு கொடுத்ததால மிகவும் சந்தோஷம். The holy seer directed his deputy, Srila Sri Kumaraswamy Tambiran, the Adinam's Oduvar, special singer Manikam, and Nadaswara Vidwan T.N. Rajarathinam Pillai to conduct the proceedings. The delegation was flown to Delhi on a special flight. On the night of August 14, 1947, Srila Sri Kumaraswamy Tambiran gave the Sengol to Lord Mountbatten.
who handed it back to him. The Sengol was purified with holy water. It was taken in procession to Pandit Jawaharlal Nehru. The Oduwar sang verses from the Kollara Padigam, hymns from the Tevaram, composed by the Tamil saint Tirunjana Sambandar. The sannyasi wrapped Nehru in the Pitambaram and handed over the Sengol. The verse ended with the words Adiyargal Vanil Arasalvar Anai Namade, meaning it is our order that the follower of the Lord, the King, shall rule as in the heavens. Thus the transfer of power to rule the nation happened with a symbol as per civilization practice from 1,000 years ago, in a remarkable integration of the South and the North, commemorating the birth of the nation as one. Nehru accepted the Sengol in the presence of Sri Rajendra Prasad, who later became the first president of India. This event was reported in local and international media. Time magazine of 25th August 1947 carried the report. Pandit Nehru thereafter went on to deliver his famous address at the midnight hour of August 14th, 1947. अब इस सेंगोल के बारे में जैसा हम सभी ने देखा, ये बेहद महत्वपूर्ण सूचना, और इसके बाद में अब सेंगोल से जुड़ी हुई वेबसाइट को भी आज लॉन्च किया जाएगा। इस सिलसिले में हम फिर से निवेदन करेंगे केंद्रीय गृह एवं सहकारिता मंत्री श्री अमित शाह जी से कि कृपया वो वेबसाइट का लॉन्च करें। बहुत बहुत धन्यवाद, शुक्रिया माननीय गृह एवं सहकारिता मंत्री जी, इस महत्वपूर्ण कार्यक्रम के बारे में जानकारी देने के लिए, वेबसाइट लॉन्च करने के लिए। अब सेंगोल से जुड़ी तमाम जानकारियां आप मीडिया बंधुओं के साथ भी साझा की जाएंगी। आप मीडिया बंधुओं को उपलब्ध कराई जाएगी जानकारी में सेंगोल के बारे में प्रेस विज्ञप्ति, मीडिया डॉकेट, पृष्ठभूमि के बारे में जानकारी, अक्सर पूछे जाने वाले प्रश्न यानी FAQs। इसके अलावा सेंगोल के आधीनमों और स्वर्णकार श्री मुम्बीडी जी के प्रवास की जानकारी भी दिल्ली के बारे में वो आपको उपलब्ध कराई जाएगी। और आज की इस प्रेस वार्ता में माननीय गृह मंत्री जी द्वारा सेंगोल के बारे में शुरुआती जानकारी साझा करने के बाद अब आप मीडिया बंधुओं से कुछ सवालों को भी आमंत्रित किया जा रहा है। इस सिलसिले को आगे बढ़ाने के लिए अब मैं आमंत्रित करता हूं पत्र एवं सूचना कार्यालय के प्रधान महानिदेशक श्री राजेश मल्होत्रा जी को। एक सेकंड, पहले मेरा निवेदन है कि इसी प्रक्रिया के बारे में ही सवाल करिए। मैं नहीं चाहता कि कोई राजनीतिक बात आज के महत्वपूर्ण प्रसंग में आए। मैं आपको मिलता ही रहता हूं। 100 नंबर 100 नंबर इधर फ्रंट पे। हाँ, Amit ji, vanakkam. Dinamalar Venkatraman from Dinamalar. You made a very elaborate details about the Sengol. It's not only from Chola kingdom, it's the rulers of Tamil Nadu, Pandya, Chera Chola Pandya, everybody was using the Sengol when transits of power, and also indicate how a king has to rule the country, which indicates to the people of the entire southern India. Now, the southern India people have shut the door for the BJP for the. चलिए मैं समझ गया, हो गया आपका सवाल। नेक्स्ट। और सर वो आपका कोई रिएक्शन नहीं है क्या सर? चलिए, मैंने कहा ना आज राजनीति की चर्चा नहीं करनी है भाई। आप इतना सुनकर भी इतने सन्नीय पत्रकार होकर करते हैं। सर, आपने जिस तरह से बताया कि 1947 में पंडित नेहरू देश के प्रथम प्रधानमंत्री ने पवित्र सेंगोल को सत्ता हस्तांतरण के प्रतीक के रूप में स्वीकार किया था। अब 28 मई को प्रधानमंत्री नरेंद्र मोदी जी
उसी को देश के सामने रखेंगे, गर्व का क्षण होगा और इस क्षण पर सभी को गर्वान्वित होना चाहिए, सबको उपस्थित रहना चाहिए, पूरे देश को भावनाओं के साथ, और जो सांसद हैं या वहां पर रहना चाहिए उपस्थित, इस क्षण को देश के सामने अपने आप को भावना प्रकट करने के लिए। नहीं, हमने तो भारत सरकार ने सबको विनती किया है कि आप उपस्थित रहिए, सब अपनी अपनी भावना के अनुसार करेंगे। 90 सर, ये वही सिंगोल है जो जवाहरलाल नेहरू जी ने लिया था या नया बना है, और अगर नया है तो पुराना वाला कहाँ है? यही सिंगोल है जो जवाहरलाल नेहरू जी को दिया गया था जी। 69 सर, जैसा आपने कहा कि यही सिंगोल है जो 1947 में दिया गया था, लेकिन ये अब तक था कहां, और क्या पिछली सरकारों ने इसको खोजने की कोशिश किया या फिर पार्लियामेंट में लाने की कोई भी कोशिश की? इलाहाबाद के संग्रहालय में था, वहां स्थित था, उसको वहां से यहां लाया गया है। 125 गृहमंत्री जी नमस्कार। मेरा सवाल यह है सर, जो पूरी प्रक्रिया दिखाई गई, जो वीडियो भी दिखाया गया, इसमें पूरी जानकारी मिली है कि कैसे ये इसका ऐतिहासिक महत्व है और कैसे इसको प्राप्त किया गया। तमिलनाडु के लोग आए, उन्होंने ये दिया, सत्ता हस्तांतरण हुआ। तो जब ये पहली बार विचार हुआ आप इसको लाएंगे और इस तरीके से इसकी कल्पना पृष्ठभूमि जो रही, ये पहली बार विचार कब आया और कैसे इसको लागू किया जाए, ये क्या कल्पना रही, इसके पीछे प्रधानमंत्री की क्या सोच रही? ये बहुत लंबी प्रक्रिया है। इसकी जानकारी मिलने के बाद, जैसा मैंने बात बताया, प्रधानमंत्री जी ने पूरे रिसर्च करने के ऑर्डर दिए, और जब रिसर्च कर पूरी चीज तथ्य के साथ सामने आई, तब ये उचित माना गया कि जब संसद के नए भवन का निर्माण भी हो चुका है और उसका समर्पण भी हो रहा है राष्ट्र को, तो उसी वक्त उसको सम्मान के साथ हमारे लोकतंत्र के मंदिर में प्रस्तापित किया जाए। सर नमस्कार, मैं आमिर हूं न्यूज नेशन से। सवाल यह है कि आपने जैसा कहा कि देश से इसको छुपाया गया, इसके बारे में बताया नहीं गया। मैंने ऐसा नहीं कहा, देश को जानकारी नहीं है ऐसा कहा गया। छुपाया गया आपका शब्द है, आगे बोलिए। लास्ट क्वेश्चन 256 मैडम, आप लास्ट क्वेश्चन। सर मैं इधर 256 सर, मैं ये पूछना चाहती हूँ कि इसको पुनर्स्थापित करने के पीछे क्या लक्ष्य है, और क्योंकि देश ने इतनी बड़ी परंपरा से अब तक अछूता रहा है, तो ये जन जन तक पहुंचे, तो इसके लिए क्या कुछ किया जाएगा? देखिए, लक्ष्य बहुत स्पष्ट उस वक्त भी था और आज भी स्पष्ट है। सत्ता का हस्तांतरण सिर्फ हाथ मिलाने से और एक दस्तावेज पर हस्ताक्षर करने से नहीं होता है। सत्ता का हस्तांतरण तब होता है जब सत्ता यहां की परंपराओं से चलेगी, यहां की परंपराओं के साथ जुड़ी रहेगी और हमारी संस्कृति के आधार पर, इसके मूल ढांचे पर नई आधुनिक जरूरियातों को ध्यान में रखते हुए चलेगी। तो ये सेंगोल का नए संसद भवन में स्थापन इसी बात का द्योतक है जो जवाहरलाल नेहरू जी ने उस वक्त 14 अगस्त को महसूस की थी। 4 नंबर लास्ट क्वेश्चन। सर आमोद हूं टीवी 9 भारतवर्ष से। एक जो संगोल के हस्तांतरण की प्रक्रिया थी और इसको ले जाकर म्यूजियम में रख दिया गया था, अब इसको पुनर्स्थापित करने की कोशिश जो की जा रही है, लेकिन इसको पुनर्स्थापित करने से क्या आपको लगता है कि जो इसको एक नया लोगों को जानने का मौका मिलेगा संगोल के बारे में, और जो अभी आज के डेट में राजनीति की जा रही है संसद भवन को लेकर, उसको थोड़ा कम बल मिलेगा इससे? देखिए, सेंगोल को किसी राजनीति से नहीं छोड़ना चाहिए। यह एक भाव का प्रतीक है कि शासन न्यायपूर्ण तरीके से चले, नीति के अनुसार चले और कर्तव्य के रास्ते पर चले। और वो संसद में सेंगोल को स्थापित करने से हमेशा ये संदेश हमारे लोकतंत्र के लिए समग्र जनता में और जनता के प्रतिनिधियों के बीच में जाना है। ये इसके पीछे भाव है। राजनीति अपनी जगह पे चलती रहती है। गृहमंत्री जी, इसी से जुड़ा मेरा सवाल भी है
कि जब संगोल को वैदिक रीति रिवाज के हिसाब से स्थापित किया जाएगा, प्रधानमंत्री जी के उद्घाटन करने पर विपक्ष इतना विरोध कर रहा है, तो इसको स्थापित करने पे कैसा माहौल होगा? क्या प्रधानमंत्री नरेंद्र मोदी जी के उद्घाटन करने को लेकर जब विपक्ष बायकॉट कर रहा है इस कार्यक्रम का, तो जब आप इसे वैदिक रीति रिवाज के हिसाब से स्थापित करेंगे तब कैसा हल होगा? नहीं, इसमें मैंने पहले ही किया कि राजनीति को इसके साथ मत जोड़िए। एक बड़ी भावात्मक प्रक्रिया हमारी पुरानी परंपराओं से नए भारत को जोड़ने की, इसको इतने ही सीमित अर्थ में देखना चाहिए। राजनीति अपनी जगह पे चलती है और सब अपनी अपनी क्षमता से, सोचने की क्षमता के अनुसार रिएक्शन भी देते हैं और काम भी करते हैं। बहुत बहुत शुक्रिया मीडिया बंधुओं का। हम धन्यवाद अदा करेंगे माननीय गृह एवं सहकारिता मंत्री जी का, केंद्रीय संस्कृति पर्यटन और उत्तर पूर्वी विकास। പുതിയ പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി തന്നെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഇതിൽ സംഭാവന നൽകിയിരിക്കുന്ന പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം ആദരിക്കും 28-ന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമാക്കുകയായിരുന്നു അമിത്ഷായും മറ്റ് സഹമന്ത്രിമാരും. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം.